Hey y'all, this is Tansiha. Welcome to DA Solutions. ഇന്നത്തെ വീഡിയോയിൽ പ്രോഗ്രസീവ് ഇൻവോയ്സിങ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എന്താണ് പ്രോഗ്രസീവ് ഇൻവോയ്സിങ്, ഇത് ആർക്കാണ് യൂസ്ഫുൾ ആവുക എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് സോഹോ ബുക്സിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. അപ്പം പ്രോഗ്രസീവ് ഇൻവോയ്സിംഗ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ കേസിൽ ഒരു കസ്റ്റമറിൻ്റെ കേസിൽ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്തു. പക്ഷേ ഈ കൊട്ടേഷനിൽ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ എമൗണ്ട് വെച്ചിട്ടോ പേയ്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിന് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രോഗ്രസീവ് ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ട് സർവീസ് സെക്ടറിലുള്ള അല്ലെങ്കിൽ പ്രൊജക്ട് സെക്ടറിലുള്ള കമ്പനീസിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അവർ അപ്കമിങ് പ്രൊജക്ട്സിനെ അവരെ കോഡ്സിനെ ത്രൂ ഔട്ട് ആ ഒരു പ്രൊജക്റ്റിലെ പല ടൈമിലായിട്ട് പല പെർസെൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ പല എമൗണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടാവും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം സോഹോ ബുക്സിൽ ഈ ഒരു ഇൻവോയ്സിങ് നമുക്കത് ഈസിലി ചെയ്യാൻ പറ്റും. ഒരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കൊട്ടേഷനെ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കൊട്ടേഷൻ ചെക്ക് ചെയ്യുന്നേരം എത്ര ഇൻവോയ്സ് ചെയ്തു, ഇനി എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ളതും കാണാം. അവിടെ കൊട്ടേഷൻ്റെ സ്റ്റാറ്റസ് പാർഷ്യലി ഇൻവോയ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഉണ്ടാവുക. അപ്പം ഈ ഫീച്ചർ എങ്ങനെയാണ് സോഹോയിൽ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്രോഗ്രസീവ് ഇൻവോയ്സിങ് ഫീച്ചർ ഇനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൻ്റെ അണ്ടറിൽ സെയിൽസിൽ കൊട്ടേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമേറ്റ് ആക്സെപ്റ്റഡ് കോഡ്സ് ടു ഇൻവോയ്സ് കൺവേർഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ആക്സെപ്റ്റഡ് കോഡ്സിനെ ഓട്ടോമാറ്റിക്കലി ഇൻവോയ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതല്ല ആക്സെപ്റ്റഡ് കോഡ്സിനെ ഡ്രാഫ്റ്റഡ് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കോഡ്സ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് ഇമെയിൽ ആയിട്ട് പോകുന്ന ഓപ്ഷനും. അപ്പോൾ പ്രോഗ്രസീവ് ഇൻവോയ്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ കൊട്ടേഷന് എഗെയിൻസ്റ്റ് മൾട്ടിപ്പിൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡോണ്ട് കൺവേർട്ട് ആക്സെപ്റ്റഡ് കോഡ്സ് ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഓപ്ഷൻ വേണം എപ്പോഴും ചൂസ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വേണം ചൂസ് ചെയ്യുക. വൺസ് ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രോഗ്രസ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടിക്കിടുക. അലോ ക്രിയേഷൻ ഓഫ് പ്രോഗ്രസ് ഇൻവോയ്സ് ഫ്രം ആൻ കോഡ്. ഇങ്ങനെ ടിക്കിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ഇനേബിളായി. ഇനി ഇതിന് എഗെയിൻസ്റ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ കോഡ്സിലെ ഫീച്ചർ എടുക്കുക. ഒരു ന്യൂ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. കസ്റ്റമർ ലിസ്റ്റിൽ നിന്ന് കസ്റ്റമറിനെ ചൂസ് ചെയ്യുക. ഒരു സർവീസ് 3,50,000 ഒരു സർവീസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ സെൻഡ് ചെയ്തു. വൺസ് ഈ കോട്ടിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഇനി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൺവേർട്ട് ടു ഇൻവോയ്സ് ഉണ്ട്, അതേപോലെ കൺവേർട്ട് ടു സെയിൽ ഓർഡർ ഉണ്ട്. കൺവേർട്ട് ടു സെയിൽ ഓർഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രോഗ്രസീവ് ഇൻവോയ്സിങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. അത് നന്നായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ കൺവേർട്ട് ടു ഇൻവോയ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 മെത്തേഡ് വരും. എയ്തർ നമുക്ക് ആ ഫുൾ കോട്ടിനെ ഇൻവോയ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി അതല്ല പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതല്ലാണ്ട് ഓരോ ലൈൻ ഐറ്റത്തിന് നമുക്ക് എമൗണ്ട് വെച്ചിട്ട് ഇപ്പം മൾട്ടിപ്പിൾ സർവീസസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊജക്റ്റിലെ പ്രൊഡക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എമൗണ്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ മെത്തേഡ് എടുക്കുന്ന ഇൻവോയ്സ് എ കസ്റ്റം എമൗണ്ട് ഓർ പെർസെൻറ്റേജ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ഇപ്പം പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു 25% കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ടിൻ്റെ 25% ആണ് ഇൻവോയ്സ് ചെയ്യാനുണ്ടാവുക. അതിവിടെ ലിസ്റ്റ് ചെയ്യും. ഇനി അതല്ല ഞാൻ അതിനെ റുപ്പീസ് ആണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇത്രയും റുപ്പീസ് കുറഞ്ഞിട്ട്
അങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുക. ഇനിയിപ്പം അതല്ല, ഞാൻ ഫസ്റ്റിൽ 13,000 മാത്രമാണ് ഇൻവോയ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി 4 lakh ആവും നമ്മൾ ബാക്കി ഇൻവോയ്സ് ചെയ്യാനുണ്ടാവുക. എന്താണ് ഓപ്ഷൻ എന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെയിൽസിൻ്റെ അണ്ടറിലുള്ള ഇൻവോയ്സ് ക്രിയേഷൻ പേജാണ് ഓപ്പൺ ആവുക. അതിൽ കംപ്ലീറ്റ് ഡാറ്റ ലിസ്റ്റ് ആയിട്ടുണ്ടാവും. ഏതാണ് സർവീസ്, ടോട്ടൽ എമൗണ്ട് എത്ര ആയിരുന്നു, ഇൻവോയ്സ് ചെയ്യുന്നത് എത്രയാണ്, ഈ ക്വാണ്ടിറ്റി അതിനെ ബേസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുന്നതാണ്. ടോട്ടൽ റേറ്റ് എത്രയാണ്, നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നത് എത്രയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. ഈ ഒരു ഇൻവോയ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൊട്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ആയി, പാർഷ്യലി ഇൻവോയ്സ്ഡ് എന്നായി. അപ്പോൾ നമ്മൾ ഈ കൊട്ടേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ PDF വ്യൂ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐറ്റത്തിൽ കംപ്ലീറ്റ് ഡാറ്റ അവൈലബിൾ ആവും. അതായത് ടോട്ടൽ എമൗണ്ട് ഇത്ര ആയിരുന്നു, ഇൻവോയ്സ് ചെയ്തത് ഇത്രയാണ്, ക്വാണ്ടിറ്റി ഇത്രയാണ്, അതേപോലെ ഇനി ബാലൻസ് ഇൻവോയ്സ് ചെയ്യാനുള്ള ഇത്രയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ തന്നെ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട്സിലെ റിസീവബിൾസിൻ്റെ അണ്ടറിൽ പ്രോഗ്രസീവ് ഇൻവോയ്സ് സമ്മറി എന്നുള്ളൊരു ഡീറ്റെയിൽസ് റിപ്പോർട്ടും അവൈലബിൾ ആണ്. ഇവിടെ സ്റ്റാറ്റസ് എന്താ, കൊട്ടേഷൻ എന്താണ്, ഏത് കസ്റ്റമറിന് എഗെയിൻസ്റ്റ് ആണ്, അതേപോലെ കോട്ട് എമൗണ്ട് എത്ര % ഇൻവോയ്സ് ചെയ്തു, ബാലൻസ് ഇനി എത്ര ഇൻവോയ്സ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് റിയൽ ടൈം പ്രോഫിറ്റബിലിറ്റി അതേപോലെ റിയൽ ടൈം റിപ്പോർട്ട്സിലേക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓരോ ഡേറ്റ് വെച്ചിട്ട് ഇതിനെ കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിനെ എക്സൽ ആയിട്ടും PDF ആയിട്ടും ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രോഗ്രസീവ് ഇൻവോയ്സിനെ കുറിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഡൗട്ട്സ് എന്താണെന്നുള്ളത് കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.